ഹലോ ഗൈസ്, നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് മുതൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എപ്പോഴും കരുതണമാർക്ക് ഇന്നും കരുതി. ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മളെ വീട്, നമ്മളെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. നമുക്കൊന്ന് കണ്ടാലോ. നമ്മളെ ഏരിയ, നമ്മൾ നിൽക്കുന്ന ഏരിയ ഇതാണ്. ബിലേക്കാടിൽ ഭാഗത്താണ് വരുന്നത്. ഇത് നമ്മളെ വീടിൻ്റെ ടെറസ്. അതായത് നമ്മൾ വീടെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് ഇതാ, നമ്മൾ ജൂണോക്കും കുട്ടികൾക്കും കളിക്കാനുള്ള ഏരിയ. ഇത് പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യണ സാധനം. ഇത് നമ്മൾ തന്നെയാണ്. ടെറസ് അത്യാവശ്യം വലുപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ചിക്കിടാനുള്ള സൗകര്യം ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെറസിൻ്റെ മുകളിൽ കുറച്ച് ചെടികളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ കഞ്ഞിക്കൂർക്കലാണ്. പിന്നെ ഇത് കറ്റാർവാഴ ഉണ്ട് ഇവിടെ. പിന്നെ തുളസി. നമ്മൾ വന്ന് കുഞ്ഞാറ്റക്ക് വെയ്യാഞ്ഞിട്ട് അതുകൊണ്ടൊരു പിടുത്തം പിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ജൂണോനെ ഇവിടെ പുറത്ത് തന്നെ വെച്ചിട്ടാണ് പോക്ക്. ഈ ഏരിയയിൽ കെട്ടിടുക അല്ലെങ്കിൽ അഴിച്ചിടുകയോ ചെയ്യും. അവൾ പുറത്ത് അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച മരമാണ് കാണുന്നത്. ഈ സൂനാപ്പിളി നമ്മൾ വെച്ചാൽ കേട്ടോ, ഇത് നമ്മൾ ഊട്ടിയിൽ നിന്ന് വാങ്ങിയതാണ്, പ്രദീപേട്ടൻ്റെ ഷോപ്പിൽ നിന്ന്. ഇതിങ്ങനെ കാറ്റടിക്കുമ്പോൾ നല്ല രസമാണ് സൗണ്ട്. ഇത് ഈ റൂമാണ് നമ്മൾ കിടക്കുന്നത്. ഇനി വീടിൻ്റെ ഉള്ളിൽ കാണാം. നമുക്ക് നേരെ വരുമ്പോൾ തന്നെ ഒരു ഹാള് കാണാം. ഹാളിൽ ഒരാളുണ്ട് ഇവിടെ, അവിടെ കൂട്ടുണ്ട. ഇത് നോർമൽ റൂമാണ്. ഇവിടെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗമാണ് കിച്ചൺ സൈഡ്. കിച്ചൺ സൈഡ് ഇതാണ്. ചെറിയ കിച്ചണാണ്. വെള്ളം വാഷ് ബേസ് പോയി അവർ തന്നെ ഇതിൽ സെറ്റ് ചെയ്താണ്. പിന്നെ ഈ കാണുന്ന ഷെൽഫ്, ഇത് സാധാരണ അവർ നോർമലി പൂജാ റൂമായി യൂസ് ചെയ്യല്. നമുക്ക് പിന്നെ ഭക്തി പരിപാടികളില്ലാത്തതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ വെച്ചു. പിന്നെ താഴെ വേണ്ട അങ്ങനത്തെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. നമ്മൾ കിച്ചണിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ജൂണോക്ക് ഫുഡ് ഉണ്ടാക്കിക്കാം. സ്റ്റൗവും കാര്യങ്ങളായിട്ടില്ല കേട്ടോ. സ്റ്റൗവ് നമുക്ക് ഏകദേശം എഗ്രിമെൻറ്റ് കിട്ടിയതിന് ശേഷം കിട്ടാൻ എഗ്രിമെൻറ്റ് ലെവലാവാണ്ട്. കിച്ചണിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇവിടെ പാത്തിനെ കാണണ്ട അല്ല പാത്തോ. പിന്നെ ഇതാണ് നമ്മൾ കിടക്കണ റൂം. നമ്മൾ റൂം, ബെഡ്, ചെറിയ റൂമാണ്. 2 റൂമാണ്, 2 BHK ആണ്. പിന്നെ ഈ സൈഡിൽ ഇവിടെ ടോയ്ലറ്റും ഇത് ബാത്റൂമും വരും. ഇത് ഷീറ്റ് ഹൗസാണ്. അതായത് അവരുടെ 3rd ഫ്ലോറിൽ ഉണ്ടാക്കിയ ഷീറ്റ് ഹൗസാണ്. അതുകൊണ്ട് നമുക്ക് റെൻറ്റ് കമ്മിയായിട്ട് കിട്ടിയത്. പിന്നെ ഇതിന് കറണ്ട് ബില്ല് എക്സ്ട്രാ വരും. പിന്നെ അതുപോലെ പുറമെ 500 രൂപ വാട്ടർ ചാർജ് വരും. അത് ഷെയറിങ് ആണ്. പിന്നെ റെൻറ്റ് നമുക്ക് വരുന്നത് 9,000 രൂപയാണ്. പിന്നെ അതിന് നമുക്ക് അഡ്വാൻസ് 50,000 രൂപ വാങ്ങിയിട്ടുണ്ട്. അതിന് ഒരു മാസത്തെ വാടക അവർ നമ്മൾ പോകുമ്പോൾ മെയിൻ്റനൻസ് ചാർജ് പറഞ്ഞുകൊണ്ട് വിളിക്കും. അതിന് എടുക്കും. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. കാരണം ഒരുപാട് നാളായില്ലേ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ലെങ്ത്തിൽ വീഡിയോ ഇടാനുള്ളൊരു എങ്ങനെ ചെയ്യാന്നുള്ളൊരു ധൈര്യക്കുറവും. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ വീട് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഗൈസ്, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.